കോഴിക്കോട് KSRTC ബസ് ടെർമിനൽ പ്രവർത്തനം ആരംഭിച്ചതോടെ ദുരിതത്തിലായി ടാക്സി തൊഴിലാളികൾ. ടാക്സി കാറുകൾ നിർത്തിയിടാൻ മതിയായ സൗകര്യമില്ലാത്തതാണ് പ്രധാന പ്രതിസന്ധി. ജീവിതമാർഗം തന്നെ പ്രതിസന്ധിയിലായ സാഹചര്യത്തിൽ പാർക്കിംഗ് സൗകര്യം ഒരുക്കണമെന്നാണ് തൊഴിലാളികളുടെ ആവശ്യം. KSRTC ബസ് ടെർമിനൽ വന്നതോടെ ടാക്സി കാറുകൾക്ക് മാവൂർ റോഡിൽ പാർക്ക് ചെയ്യാൻ സൗകര്യമില്ലാത്തതാണ് പ്രധാന പ്രതിസന്ധി. റോഡിന്റെ ഇരുവശങ്ങളിലും വാഹനങ്ങൾ നിർത്തിയിടാൻ കഴിയാതെ വന്നതോടെ യാത്രക്കാരും എണ്ണവും കുറഞ്ഞു. ഇതോടെ വരുമാനവും കുത്തനെ ഇടിഞ്ഞതായി ടാക്സി ഡ്രൈവർമാർ പറയുന്നു. ലൈബ്രറി കൗൺസിലിന്റെ സ്ഥലത്തേക്ക് ടാക്സി കാറുകളുടെ പാർക്കിംഗ് താൽക്കാലികമായി മാറ്റിയിരുന്നു. എന്നാൽ പിന്നീട് ഇവിടെ പുതിയ കെട്ടിടം ഉയർന്നതോടെ ടാക്സിക്കാരെ സ്ഥലത്തു നിന്നും ഒഴിപ്പിച്ചു. ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ കഴിയൂല. ഇവിടെ ലൈബ്രറി കൗൺസിൽ സ്വർണ്ണക്കട ഉദ്ഘാടനത്തിന് വരാൻ പോകുന്നത്. നമ്മൾ അന്നൊരു കൊടി പിടിച്ചിരിക്കുകയായിരുന്നെങ്കിൽ നമ്മളെ ഈ കാര്യങ്ങൾ ചിലപ്പോൾ നടന്നിരുന്നു. പക്ഷേ നമ്മുടെ മന്ത്രി മുഹമ്മദ് റിയാസാണ് ആ സമയത്ത് വന്നിട്ട് സ്വർണ്ണക്കട ഉദ്ഘാടനം ചെയ്യാൻ വരുന്നത്. അതിൻ്റെ മുന്നോടിയായിട്ട് നമ്മളെ കൂട്ടത്തിലുള്ള സഖാക്കൾ തന്നെ നമ്മളോട് പറഞ്ഞു, ഇവിടെ സമരത്തിനും പോകണ്ട, ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണെന്ന്. ലൈബ്രറി കൗൺസിൽ ബിൽഡിങ് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണെന്ന് ചില സഖാക്കൾ നമ്മളെ പറഞ്ഞ് തിരിപ്പിച്ചിട്ട് നമുക്ക് സ്റ്റാൻഡ് ഇവിടെ അല്ല, നമുക്ക് KSRTCൻ്റെ മുന്നിൽ തന്നെ സ്റ്റാൻഡ് ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടായിരുന്നു നമ്മൾ അവിടുന്ന് ഇറക്കിയത്. നിലവിൽ മാവൂർ റോഡിലെ ഹോട്ടലുകൾക്ക് മുന്നിലും സമീപ പ്രദേശങ്ങളിലുമാണ് ടാക്സികൾ നിർത്തിയിടുന്നത്. മഴക്കാലത്ത് ഇവിടങ്ങളിൽ രൂക്ഷമായ വെള്ളക്കെട്ടും രൂപപ്പെടുന്നുണ്ട്. യാത്രക്കാരെ കയറ്റാനും ഇറക്കാനും പോലും പലപ്പോഴും ബുദ്ധിമുട്ടാണ്. ജീവൻ പണയം വെച്ചാണ് പലപ്പോഴും ടാക്സി ഓടിക്കേണ്ടി വരുന്നതെന്നും തൊഴിലാളികൾ പറയുന്നു. പിന്നെ നമ്മൾ വെക്കുന്ന സ്ഥലം ട്രാൻസ്ഫോമറിനോട് ചുറ്റിപ്പറ്റിയിട്ടാണ്. മഴക്കാലമായി കഴിഞ്ഞാൽ കോർപ്പറേഷൻ്റെ ആ ഒരു ഇത് കാരണം വെള്ളം കൊണ്ടൊരു കളിയാണ്. നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നത് നേരെ ട്രാൻസ്ഫോമറിൻ്റെ ആ ഒരു ഇതിലേക്കാണ്. എന്തെങ്കിലും ഒരിക്കലും നമ്മൾ ആ ട്രാൻസ്ഫോമറിൻ്റെ മേലെ പറ്റിയിട്ടായിരിക്കും നമുക്കൊരു സ്റ്റാൻഡോ കാര്യങ്ങളോ കിട്ടുക. അപ്പോൾ അതിൻ്റെ മുന്നേ നമുക്ക് എന്തെങ്കിലും ഒരു സൗകര്യം ചെയ്തു തരണമെന്നാണ്. പലതവണ പാർക്കിംഗ് പ്രതിസന്ധി കോർപ്പറേഷൻ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും പ്രശ്നത്തിന് പരിഹാരമായില്ലെന്നും അധികൃതർ കൈയൊഴിയുന്ന സമീപനമാണ് സ്വീകരിച്ചതെന്നുമാണ് ഇവരുടെ പരാതി. ജനം, കോഴിക്കോട്.